ഇത് 2-3 ചേരുമ്പോൾ ഒരു കോട്ടിലിഡോൺ ആവും ലോബുകൾ. അങ്ങനെ 15 തൊട്ട് 20 ലോബുകൾ ചേരുന്ന കോട്ടിലിഡോൺ ചേരുന്നതാണ് ഒരു പ്ലാസന്റ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഈ എന്താ പറയുന്നത് ഇന്റർവീലർ സ്പേസിന്റെ കഥ. ഇവിടെ മെറ്റേണൽ ബ്ലഡ് ആണുള്ളത്, ഇവിടെ കുഞ്ഞിന്റെ ബ്ലഡ് ഫീറ്റൽ ബ്ലഡ് ആണുള്ളത്. ഇതിനിടയ്ക്കാണ് എന്ത് വരുന്നത്? പ്ലാസെന്റൽ ബാരിയർ വരുന്നത്. ഇവിടോട്ട് എന്താണ് വരുന്നത്? മെറ്റേണൽ ബ്ലഡ് ആണ് വരുന്നത്. മെറ്റേണൽ ബ്ലഡ് വരുന്നത് യൂട്രൈൻ ആർട്ടറി വഴിയാണ്. യൂട്രൈൻ ആർട്ടറിക്ക് പ്രഗ്നൻസിയിൽ പറയുന്ന പേരെന്താണെന്ന് അറിയോ? സ്പൈറൽ ആർട്ടറി എന്ന് പറയും. കുറച്ച് വൈഡ് ആയിരിക്കും. അതിന്റെ കാരണം ഇവിടെ നിന്ന് ഈ സൈറ്റോട്രോഫോപ്ലാസ്റ്റ് ഇതിനകത്തോട്ട് കയറുന്നുണ്ട്, എന്നിട്ട് അതിനെ വൈഡ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. ഒരു ചോർപ്പ് പോലെ, എന്താ പറയുന്നത്, ഒരു ഫണൽ പോലെ ആക്കും. അത് ഗുണമാണ്, പ്രഷർ കുറയ്ക്കും. ലോ പ്രഷറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് എങ്ങോട്ട് എത്തിക്കും? പ്ലാസന്റയിലോട്ട് എത്തിക്കും. യൂട്രസിലോട്ട് അല്ലെങ്കിൽ പ്ലാസന്റയിലോട്ട് എത്തിക്കും. യൂട്രോ പ്ലാസന്റൽ സർക്കുലേഷൻ നന്നാക്കും. കാര്യം മനസ്സിലായോ? ഇതിനൊക്കെ തകരാറ് സംഭവിക്കുമ്പോഴാണ് ഈ ഉള്ളിലോട്ട് ഈ സൈറ്റോട്രോഫോപ്ലാസ്റ്റ് കടന്നു കയറാതെ കൃത്യമായ ഫണലിംഗ് ഉണ്ടാകാതിരിക്കുമ്പോഴാണ് മറ്റേ പ്രിയക്ലാംഷിയുടെ ഒക്കെ ലോജിക്കായിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ബ്ലഡ് പ്രഷർ കൂടിയിട്ട് IUGRന്റെ ഒക്കെ സാധ്യത വർദ്ധിക്കുന്നത്. ഓക്കെ, എന്തായാലും കാര്യം മനസ്സിലാക്കുക. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഏത് സ്പൈറൽ ആർട്ടറി വഴി എങ്ങോട്ടെത്തും? ഇന്റർവീലർ സ്പേസിലോട്ട് എത്തും. തിരിച്ചുള്ള വേസ്റ്റിനെ തിരിച്ചു കൊണ്ടുവന്ന് യൂട്രൈൻ വെയിൻ വഴിയാണ് തിരിച്ച്. ഏകദേശം എങ്ങനെയാണ് കണക്ക് പറയുന്നത്? ഏകദേശം 120 തൊട്ട് 200ഓളം സ്പൈറൽ ആർട്ടറികൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് പ്ലാസന്റയിലോട്ട് എത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എവിടോട്ട്? ഇന്റർവീലർ സ്പേസിലോട്ട്. മനസ്സിലാകുന്നുണ്ടോ? പ്ലാസന്റ മൊത്തം കവർ ചെയ്തിട്ട് ഇത്രയോളം ആർട്ടറികൾ പ്ലാസന്റയ്ക്കകത്തോട്ട് ബ്ലഡ് എത്തിക്കുന്നുണ്ട്. തിരിച്ചു വേസ്റ്റ് കൊണ്ടുവന്ന് യൂട്രൈൻ വെയിൻ ആണ്. അത്രയും ക്ലിയർ അല്ലേ? ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാല് മെറ്റേണൽ ബ്ലഡ്, ഇവിടെ ഉള്ളത് വില്ലയിലുള്ളത് ഫീറ്റൽ ബ്ലഡ്. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. അംബലിക്കൽ ആർട്ടറി, അംബലിക്കൽ വെയിന്, അംബലിക്കൽ ആർട്ടറി 2, അംബലിക്കൽ വെയിൻ 1. ഇത്രയും അവിടെ നിൽക്കട്ടെ. പ്ലാസന്റയെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത്രയും വെച്ചിട്ട് നമുക്ക് ഫീറ്റൽ സർക്കുലേഷനിലോട്ട് ഞാൻ കൊണ്ടുവരിക. ഓക്കെ, ഈ പ്ലാസന്റയാണ് ഈ പ്ലാസന്റ എന്ന് മനസ്സിലാക്കുക. ഈ പ്ലാസന്റയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലോട്ട് സങ്കല്പിച്ചേക്കണം. ഇതൊരു ഡിസ്ക് ഷേപ്പിലുള്ള പ്ലാസന്റയാണ്. ഇതിന്റെ ഫീറ്റൽ സർഫസ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ ബാക്കിൽ കാണുന്നത് ഇതിന്റെ യൂട്രസ് ഉണ്ടെന്ന് സങ്കല്പിച്ചേക്കുക. അവിടെ മെറ്റേണൽ സർഫസ് ആണ്. ഓക്കെ, ബേസൽ പ്ലേറ്റ് എന്നും പറയും, ഇവിടെ എന്താ കൊറിയോണിക് പ്ലേറ്റ് എന്നും പറയും. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റീവ് ആയിട്ട് വില്ലയും ഇന്റർവീലർ സ്പേസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ വില്ലയിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആര് കൊണ്ടുപോകും? അംബിലിക്കൽ വെയിൻ കൊണ്ടുവരികയാണ്. കണ്ടോ? കുഞ്ഞിന്റെ ശരീരത്തിലോട്ട് എത്തിക്കുകയാണ്, അംബിലിക്കൽ വെയിൻ എത്തിക്കുകയാണ്. എന്താ പറയുക, ലിവറിലുള്ള ഫാൽസിഫറൽ ലെഗമെന്റ് എന്നൊക്കെ പറയും. ലിവറിലോട്ടാണ് ആദ്യം ബ്ലഡ് എത്തിക്കുന്നത്. ലിവറിലോട്ട് ബ്ലഡ് എത്തിച്ചതിന് ശേഷം കുഞ്ഞിന്റെ അംബിലിക്കസ് വഴി ആദ്യം അത് ലിവറിലോട്ട് കടക്കും. കാണുന്നുണ്ടല്ലോ? എങ്ങനെയാ പറയുന്നത്? ഏകദേശം 80% സാച്ചുറേറ്റഡ് ബ്ലഡ്, 80% സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് എത്തിക്കുകയാണ്? പ്ലാസന്റയിൽ നിന്ന് അംബിലിക്കൽ വെയിൻ വഴി ആദ്യം കുഞ്ഞിന്റെ ലിവറിലോട്ട് എത്തും. ലിവറിൽ നമ്മുടെ നോർമൽ അഡൾട്ടിന്റെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ സിസ്റ്റം അനാട്ടമി കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. ലിവറിൽ എത്തുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള വീനസ് ബ്ലഡ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വെയിൻ ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? പോർട്ടൽ വെയിൻ. ഓക്കെ, ഈ പോർട്ടൽ വെയിനുമായിട്ട് ഈ അംബിലിക്കൽ വെയിൻ ജോയിൻ ആവും. ഫസ്റ്റ് മിക്സിംഗ് നടക്കുകയാണ്. ഇത് കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് ആണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് വന്ന വീനസ് ബ്ലഡ് ആണ്. സാച്ചുറേഷൻ ഡൗൺ ആവും. ഓക്കെ, സാച്ചുറേഷൻ ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, ഫസ്റ്റ് മിക്സിംഗ് നടന്നു, സാച്ചുറേഷൻ ഡൗൺ ആയി. പോർട്ടൽ വെയിൻ കുഞ്ഞിന്റെ എസ്പെഷ്യലി GI ഭാഗത്തു നിന്നുള്ള വെയിൻ ബ്ലഡ് എല്ലാം കൂടെ പോർട്ടൽ വെയിൻ വഴി എങ്ങോട്ട് എത്തിക്കുന്നു? ഈ അംബിലിക്കൽ വെയിനിലോട്ട് എത്തിക്കുന്നു. പിന്നെ ആ കുറച്ച് ബ്ലഡ് ലിവറിന് കൊടുക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. എങ്ങോട്ട് എത്തണം? ആദ്യമേ ഹാർട്ടിലോട്ട് എത്തണം, അല്ലെ? അതിനു വേണ്ടിയിട്ട് അതിനൊരു കണക്ഷൻ യൂസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഡക്ടസ് വീനോസസ് എന്ന് പറയും. ഒന്ന് ആദ്യം എടുത്ത് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് എത്രയും കഥ പഠിച്ചിട്ട് അവസാനം അതൊന്നും ഇല്ലാതായി പോകും. ഫീറ്റൽ സർക്കുലേഷനിൽ അഡൽട്ട് സർക്കുലേഷനുമായിട്ട് വ്യത്യാസമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളിങ്ങനെ ശ്വാസം എടുക്കുക, അത് ലങ്സിൽ എത്തുന്നുണ്ട്, അവിടെ നാട്ടിലോട്ട് എത്തുന്നുണ്ട്, അതിനകത്തൊരു കുഴപ്പമില്ല. ആഹാരം കഴിക്കുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞാൽ ബ്ലഡിലോട്ട് എത്തും. ഇത് നടക്കുന്നില്ല കുഞ്ഞില്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അമ്മയുടെ ബ്ലഡിൽ നിന്നാണ് കിട്ടുന്നത്. അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കി ഇപ്പൊ പറഞ്ഞ് മനസ്സിലായി. പ്ലാസന്റയിൽ എത്തുന്നുണ്ട് ആ ബ്ലഡ്, അവിടെ നിന്നാണ് എത്തുന്നത്. അത് എത്തണമെങ്കിൽ അത് എത്തുന്ന വഴിയാ പറയുന്നത്, ഷോർട്ട് കട്ട് പിടിച്ചിട്ട് അംബിലിക്കസ് വഴി ലിവറിലോട്ട് ആദ്യം എത്തുന്നത്. അവിടുന്ന് അത് ഹാർട്ടിലോട്ട് എങ്ങനെയെങ്കിലും എത്തിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് ഡിഫറെന്റ് പാർട്സിലോട്ട് സപ്ലൈ ചെയ്യും. അതിനനുസരിച്ചിട്ട് കുഞ്ഞിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വേണം സർക്കുലേഷനിൽ. 3 ഫീറ്റൽ അഡാപ്റ്റേഷൻസ് ആണ് അതിന് വേണ്ടിയിട്ടുള്ളത്. 1 ഡക്ടസ് വീനോസസ്, 2 ഫൊറാമിൻ ഓവാളെ,
മൂന്നാമത്തത് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയും. അത് ആദ്യമേ മനസ്സിലിട്ടോണം. നമുക്കിനി എന്താ പറയുക, നമ്മളിനി ഓരോന്നോരോന്ന് പരിചയപ്പെടാം. ആദ്യം പറഞ്ഞു വരുന്നത് അംബിലിക്കൽ വെയിൻ കൊണ്ടുവരുന്ന ബ്ലഡ് പോർട്ടൽ വെയിനുമായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഡക്ടസ് വീനോസസ് എന്ന ഫീറ്റൽ അഡാപ്റ്റേഷനിലൂടെ, ഡയഗ്രത്തിലൊക്കെ ചെറിയ ഇതുണ്ട്, പക്ഷെ നിങ്ങൾ ലോജിക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഡക്ടസ് വീനോസസിലൂടെ ഇൻഫീരിയർ വീനൊക്കെയായിട്ട് കണക്ട് ആവും. അപ്പൊ ഈ ഒരു പോർഷൻ മനസ്സിലായോ? ഡക്ടസ് വീനോസസ് അത് അറിഞ്ഞിരിക്കണം, അതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡക്ടസ് വീനോസസ് എന്തിനാ ബൈപ്പാസ് ചെയ്തത്? ലിവറിലോട്ട് എത്തിയ ബ്ലഡാ. അവിടെ അധികം നിന്ന് ചുറ്റിക്കറങ്ങാതെ നേരെ ഹാർട്ടിലോട്ട് വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫീരിയർ വീനൊക്കെയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി, ഒരു ട്യൂബുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി. ആ ട്യൂബിന് പറയുന്ന പേരാണ് ഡക്ടസ് വീനോസസ് എന്ന്. അപ്പൊ ഡക്ടസ് വീനോസസ് എന്തിനാണ് ബൈപ്പാസ് ചെയ്തത്? ബൈപ്പാസ് ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകേണ്ട ബ്ലഡിനെയാണ് ഡൈവേർട്ട് ചെയ്ത് വിട്ടത്? ലിവറിലോട്ട് പോകേണ്ടിരുന്നത്. സോ അറിഞ്ഞിരിക്കുക, ഡക്ടസ് വീനോസസ് ബൈപ്പാസസ് ലിവർ. ചോദ്യം കിട്ടുവേ, അതായത് നമുക്ക് ചോദ്യമായിട്ട് ചോദിക്കുള്ളൂ. അടുത്തത് ഇൻഫീരിയർ വീനൊക്കെ എത്തിയ ബ്ലഡ് എങ്ങോട്ട് പോകും? ടെസ്റ്റ് ഒന്നുമില്ല, നേരെ റൈറ്റ് ഏട്രിയത്തിലോട്ട് പോകും. സാധാരണ ഗതിയിൽ എങ്ങനെയാ കഥ വരേണ്ടത്? റൈറ്റ് ഏട്രിയത്തിലെത്തിയ ബ്ലഡ് നേരെ റൈറ്റ് വെൻട്രിക്കിലോട്ടാണ് പോകണ്ടേ, താഴോട്ട്. കാരണം ഇടയ്ക്ക് സെപ്റ്റം ഉണ്ട്, ലെഫ്റ്റിലോട്ട് പോവില്ല. ഇവിടെ അങ്ങനെയല്ല, ഒരു ട്വിസ്റ്റ് ഉണ്ട്. റൈറ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് ഏട്രിയത്തിനും ഇടയ്ക്കുള്ള സെപ്റ്റത്തിന് ഇടയ്ക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട് കുട്ടി മീൻസ് ഫീറ്റൽ സർക്കുലേഷനിൽ, ഫീറ്റസിൽ. അതിന് പറയുന്ന പേരാണ് ഫൊറാമൻ ഒവാലെ എന്ന് പറയും. ഫൊറാമൻ ഒവാലെ. അപ്പൊ ഈ ഫൊറാമൻ ഒവാലെ വഴി ഈ ബ്ലഡ്, ഇവിടെ എത്തിയ ബ്ലഡിന്റെ, റൈറ്റ് ഏട്രിയത്തിലെത്തിയ ബ്ലഡിന്റെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം അവിടെ, ഇല്ലെങ്കിൽ തെറ്റാണ്. ഈ സമയത്ത് സുപ്പീരിയർ വെയിനൊക്കെ വഴി ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നുണ്ട്. പൾമോണറി ഈ അംബിലിക്കൽ വെയിൻ വഴി പോർട്ടൽ വെയിനും കൂടെ മിക്സ് ആയ ബ്ലഡ് ഇൻഫീരിയർ വെയിനൊക്കെ വഴി റൈറ്റ് ഏട്രിയത്തിൽ എത്തുമ്പോൾ അറ്റ് ദി സെയിം ടൈം സുപ്പീരിയർ വെയിനൊക്കെ വഴി കുഞ്ഞിന്റെ ഹെഡ്, നെക്ക്, അപ്പർ ട്രങ്ക് റീജിയനിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എത്തുന്നുണ്ട്. രണ്ടാമത് മിക്സിംഗ് നടക്കുന്നുണ്ട് അവിടെ. മനസ്സിലാവുന്നുണ്ടോ? ഡിയോക്സിനേറ്റഡ് ബ്ലഡുമായിട്ട് മിക്സിംഗ് നടക്കുന്നുണ്ട്, സാച്ചുറേഷൻ ഡൗൺ ആവുന്നുണ്ട്. അതുകൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ ആ എത്തിയ ബ്ലഡിന്റെ മെജോറിറ്റിയും ഏകദേശം പറയുന്ന കണക്ക് 75% എങ്ങോട്ട് പോകും? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകും. ഏതുവഴി? ഫൊറാമൻ ഒവാലെ എന്ന് പറഞ്ഞ ഓപ്പണിങ്ങിലൂടെ. അതിനുശേഷം വീണ്ടും ഒരു മിക്സിംഗ് നടക്കുന്നുണ്ട്. ഏതാന്ന് പറയാൻ സാധിക്കുമോ? ലങ്സിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? പൾമോണറി വെയിൻ വഴി ബ്ലഡ് എങ്ങോട്ട് എടുത്തുണ്ട് സ്വാഭാവികമായിട്ടും ലങ്സിൽ നിന്ന്. പക്ഷെ ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ എത്തുന്നത്? അല്ല. കാര്യം എന്താ? കുഞ്ഞിന്റെ ലങ്സ് ഫങ്ഷണൽ അല്ല, ഓക്സിജൻ ഇല്ല അവിടെ. പക്ഷെ ലങ്സിൽ നിന്നുള്ള ഡീഓക്സിനേറ്റഡ് ബ്ലഡ് പൾമോണറി വെയിൻ, 4 പൾമോണറി വെയിൻ നമുക്കുള്ളത്, 4 പൾമോണറി വെയിൻ എങ്ങോട്ട് എത്തിക്കുന്നു? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് എത്തിക്കുന്നു. വീണ്ടും മിക്സിംഗ് നടക്കുകയാണ് കാർബൺ ഡയോക്സൈഡ് ബ്ലഡുമായിട്ട്. കാര്യം മനസ്സിലായി? റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് അല്ലെ ഇൻഫീരിയർ വെയിനൊക്കെ വഴി എത്തിയ ബ്ലഡിന്റെ 75% ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകുന്നു പറഞ്ഞു. അതിനുശേഷം ലങ്സിൽ നിന്നുള്ള പൾമോണറി വെയിനിൽ നിന്നുള്ള ബ്ലഡും കൂടെ ഇവിടെ മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വേറെ ട്വിസ്റ്റ് ഒന്നുമില്ല. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കുലർ വാൽവ് തുറന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് എത്തും. അവിടെ നിന്ന് അത് അയോട്ടയിലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? അത് അവിടെ നിൽക്കട്ടെ, അയോട്ടയിലോട്ട് പോകും പമ്പ് ചെയ്ത്. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് റൈറ്റ് ഏട്രിയത്തിലെത്തിയ ബ്ലഡിന്റെ 75% അങ്ങോട്ട് പോകുന്ന പറഞ്ഞ് ബാക്കി ഒരു 25% എങ്ങോട്ട് വരും? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് വരും. അല്ലെ? റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിയാൽ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത്? റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിയാല് പൾമോണറി ആർട്ടറി വഴി അത് ലങ്സിലോട്ടാണ് പോകേണ്ടത്. അപ്പോഴും പറയട്ടെ കാര്യം, ഈ ബ്ലഡ് ലങ്സിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ ചെന്നിട്ട് എന്താ പറയുന്നത്, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അവിടെ ഓക്സിജൻ ഉണ്ടോ? ഇല്ല. പക്ഷെ ലങ്സിലോട്ട് ബ്ലഡ് പോകണം, കുറച്ച് അതിനാവശ്യമുള്ളത് പോകും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൾമോണറി ആർട്ടറിയിലോട്ട്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമോണറി ആർട്ടറിയിലോട്ട് പോകുന്ന ബ്ലഡിന്റെ മെജോറിറ്റിയും ഇതിനിടയ്ക്ക് മറ്റൊരു കണക്ഷൻ വെച്ചിട്ട്, ആ കണക്ഷൻ പറയുന്ന പേരാണ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയും. പൾമോണറി ആർട്ടറിക്കും അയോട്ടയ്ക്കും ഇടയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ആ ട്യൂബിന് പറയുന്ന പേരാണ് ഡക്ടസ് ആർട്ടീരിയോസസ്. റൈറ്റ് വെൻട്രിക്കിളിന്റെ മെജോറിറ്റി ബ്ലഡ് എങ്ങോട്ടെത്തും? അയോട്ടയിലോട്ട് എത്തും. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും പമ്പ് ചെയ്യുന്ന ബ്ലഡിന്റെ മെജോറിറ്റി ഇപ്പൊ എവിടെയുള്ളത്? അയോട്ടയിലാണ് എത്തിയിരിക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. അയോട്ട, അതിന്റെ ബ്രാഞ്ചുകൾ ആർട്ടറീസ് അല്ലെ, ആർട്ടറീസ് ആയിട്ട് പിരിഞ്ഞിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ഏകദേശം ഈ എത്തിയ ബ്ലഡിന്റെ 60% സപ്ലൈ എന്ന് പറയുന്നത്. താഴോട്ട് അത് ഡിസെൻഡിങ് അയോട്ട, പിന്നെ ഇലിയാക് ആർട്ടറീസ്, അതിൽ നിന്നാണ് അംബിലിക്കൽ ആർട്ടറീസ് ആയിട്ട് മാറിയിട്ട് 2 അംബിലിക്കൽ ആർട്ടറി വഴി റിമൈനിങ് ഒരു 40% ബ്ലഡ് എങ്ങോട്ട് പോകും? നമ്മുടെ പ്ലാസെന്റയിലോട്ട് പോകും. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പ്ലാസെന്റയിലുള്ള വില്ലയിലോട്ട് പോകും. കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ ഷോർട്ട് ചെയ്ത് പറയാം. അംബിലിക്കൽ വെയിൻ വഴി 80% ബ്ലഡ് ലിവറിലെത്തും. അത് പോർട്ടൽ വെയിനിലെ ബ്ലഡുമായിട്ട് മിക്സ് ആവും. അത് ഡക്ടസ് ആർട്ടീരിയോസ് വീനോസസ് എന്ന് പറഞ്ഞ ട്യൂബുമായിട്ട് എന്താ പറയുന്നത്, ട്യൂബിലൂടെ ബൈപ്പാസ് ചെയ്ത് ലിവറിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഇൻഫീരിയർ വീനോക്കോവയിലെത്തും.
അവിടുന്ന് അത് റൈറ്റ് ഏട്രിയത്തിലെത്തും. റൈറ്റ് ഏട്രിയത്തിലെത്തുന്ന ബ്ലഡിന്റെ സുപ്പീരിയർ വെയിനൊക്കെ വഴിയുള്ള ബ്ലഡ് ഇവിടെ എത്തുന്നുണ്ട്. ഇത് മെയിനായിട്ട് ആ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിലോട്ടാണ് വരുന്നത്. ഇവിടെ എത്തുന്ന ബ്ലഡിന്റെ 75% ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകും. ഏതുവഴി? ഫൊറാമൻ ഒവാള എന്ന് പറഞ്ഞൊരു ഓപ്പണിങ്ങിലൂടെ. അപ്പൊ അവിടെ പറയാൻ വിട്ടുപോയത് ഞാൻ, ഫൊറാമൻ ഒവാള എന്തിനാ ബൈപ്പാസ് ചെയ്യുന്നത്? റൈറ്റ് വെൻട്രിക്കിളിനെയാണ്. കാര്യം എന്താ? ഈ ബ്ലഡ് താഴോട്ട് പോകേണ്ടിരുന്ന ബ്ലഡാണ് എങ്ങോട്ട് എത്തിച്ചത്? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്തിച്ചത്. സോ ഫൊറാമൻ ഒവാള ബൈപ്പാസസ് റൈറ്റ് വെൻട്രിക്കിൾ. പക്ഷെ അത് അൾട്ടിമേറ്റ്ലി ലങ്സിനെയാണ് ബൈപ്പാസ് ചെയ്യുന്നത്. കാരണം റൈറ്റ് വെൻട്രിക്കിൾ എത്തുന്ന ബ്ലഡ് ലങ്സിലോട്ടാണ് പോകേണ്ടത്. അങ്ങനെ വരാം ക്വസ്റ്റ്യനിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ റൈറ്റ് വെൻട്രിക്കിൾ കൊടുത്തിട്ടുണ്ടാവില്ല, ഫൊറാമൻ ഒവാള ബൈപ്പാസസ് ലങ്സസ് ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കറക്റ്റ് തന്നെ. ഫൈനലി അത് ലങ്സിനെയാണ് ബൈപ്പാസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ പൾമണറി വെയിനിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ബ്ലഡ് എത്തുന്നു, മിക്സ് ആകുന്നു. അതിനുശേഷം അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ എത്തുന്നു. അവിടുന്ന് അത് അയോട്ടയിലോട്ട് പമ്പ് ചെയ്യപ്പെടുന്നു. ഇവിടെ ഇട സൈഡിൽ നടക്കുന്ന കാര്യം, വല സൈഡിൽ നടക്കുന്ന കാര്യം, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബാക്കിയുള്ള റിമൈനിങ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിൾ എത്തും. അവിടുന്ന് അത് പൾമണറി ആർട്ടറിയിലോട്ട് പോകും. പക്ഷെ മെജോറിറ്റി ബ്ലഡ് ലങ്സിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഡക്ടസ് ആർട്ടീരിയോസസ് വഴി അത് അയോട്ടയിലോട്ട് എത്തും. അപ്പൊ ഓർത്തിരിക്കുക, പൾമണറി ആർട്ടറി എന്തിനാ ബൈപ്പാസ് ചെയ്യുന്നത്? ലങ്സിനാണ് ബൈപ്പാസ് ചെയ്യുന്നത്. ഈ എത്തുന്ന ബ്ലഡിന്റെ 60% നമ്മുടെ ശരീരത്തിലെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. റിമൈനിങ് 40% ഡിസെൻഡിങ് അയോട്ട, ഇലിയാക് ആർട്ടറി, അംബിലിക്കൽ ആർട്ടറി വഴി, 2 അംബിലിക്കൽ ആർട്ടറി വഴി അത് വിലയിലോട്ട് എത്തും, അല്ലെങ്കിൽ പ്ലാസറ്റയിലോട്ട് എത്തും. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ അഡാപ്റ്റേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ബർത്തിന് ശേഷം ഇതെല്ലാം അടഞ്ഞു മാറണം, അതറിയണം. കാര്യം എന്താ? ബർത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ആദ്യത്തെ ശ്വാസം എടുക്കുമ്പോൾ കരയുമ്പോഴത്തേക്ക് ഇടത് സൈഡിലോട്ട് അല്ലെ പൾമോണറി വെയിനുകളിൽ നിന്നെല്ലാം ഇതുവഴി വന്നുകൊണ്ടിരുന്ന കാർബൺ ഡയോക്സൈഡ് ബ്ലഡ് ആണെങ്കിൽ ഇപ്പം ശ്വാസം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എരച്ചു വരും പൾമോണറി വെയിൻ വഴി അങ്ങോട്ട് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട്. അപ്പോഴത്തേക്ക് ഈ ഫൊറാമൻ ഒവാള അടയും, ഡക്ടസ് ആർട്ടീരിയോസസ് അടയും, ഡക്ടസ് വീനോസസ് അടയും. പ്രധാനമായിട്ട് ഇന്നത് കുറെ ലോജിക്കുകളുണ്ട്. ഓക്സിജൻ ഒരു വാസോ കൺസ്ട്രിക്റ്റീവ് എഫക്റ്റ് ഉള്ള സബ്സ്റ്റൻസ് ആണ്, അതും പറയണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൊറാമൻ ഒവാളെ ഫൊസ ഒവാലിസ്, അതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ, ഫൊസ ഒവാലിസ് ആയിട്ട് പിന്നീട് മാറും. മറ്റേത് രണ്ടും ഡക്ടസ് വീനോസസും ഡക്ടസ് ആർട്ടീരിയോസസും ലിഗമെന്റ്സ് ആയിട്ട് മാറുകയും ചെയ്യും. നമ്മളിൽ ഇപ്പോഴും ഉണ്ടത്, അതിന്റെ എന്താ പറയുന്നത്, ബാക്കി പത്രമായിട്ട് ഇപ്പോഴും ഉണ്ട്, ലിഗമെന്റ്സ് ആയിട്ട് ബാക്കിയുണ്ട്. ഇതൊക്കെ അടയാതിരിക്കുന്നത് കുഴപ്പമാണ്, നമ്മൾ പഠിക്കും പീഡിയാട്രിക്സിൽ. അപ്പൊ ഈ ലോജിക്ക് ഞാൻ അവിടെ കൊണ്ടുവരുള്ളൂ. ഇതിന്റെ ബാക്കി ഞാൻ ഇനിയും ഇത് വീണ്ടും ആവർത്തിക്കില്ല. ഫെറ്റൽ സർക്കുലേഷൻ ഒക്കെ ഇപ്പൊ മനസ്സിലിട്ടോണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സൈക്യാട്രി കഴിഞ്ഞ് പീഡിയാട്രിക്സിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ കൺജനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് പഠിക്കുമ്പോൾ ഇവിടെ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കുക. ഇതിനിടയ്ക്കുള്ള ഈ ഓപ്പണിംഗ് അടയാതിരിക്കുമ്പോഴാണ് ASD ആയിട്ട് മാറുന്നത്, ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്ട്. പിന്നെ ഡക്ടസ് ആർട്ടീരിയോസസ് അടയാതിരിക്കുമ്പോഴാണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയാം, ഓപ്പൺ ആയിട്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കും. അപ്പൊ ഇത് OBG എന്നുള്ളൊരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന്. ഓക്കെ, അപ്പം എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡീറ്റെയിൽഡ് റെഗുലർ ക്ലാസ്സസ് ആണ്. എല്ലാ നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പം പ്രത്യേകിച്ച് DHA, HAD, MOH, പ്രോമെട്രിക്ക്, പിന്നെ DME, എയിംസ് പോലുള്ള എക്സാംസിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആണ് പോകുന്നത്. നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ 3 പ്രധാനപ്പെട്ട കാറ്റഗറീസ് ആണ് ഉള്ളത്. ഓക്കെ, 1 ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ്, 2 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്. ഓക്കെ, അത് നേരത്തെ നമ്മൾ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരുന്നത്, മെമ്പേഴ്സുള്ളിൽ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷനിലാണ് കണ്ടിന്യൂറ്റിൽ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഏകദേശം 71ഓളം ക്ലാസ്സുകൾ, വീഡിയോസ് നമ്മൾ അതിനകത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു ക്രാഷ് കോഴ്സ് പോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട റാഷണലും കാര്യങ്ങളും എല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തത് നമ്മൾ ഈ അടുത്ത് ആഡ് ചെയ്തത് പുതിയ അപ്ഡേഷനിൽ വന്ന ടെസ്റ്റ് സീരീസ് ആണ്. ഓക്കെ, അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഇമ്പോർട്ടന്റ് ക്രാഷ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, സ്റ്റുഡൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് പ്രത്യേകിച്ച് DHA, HAD, MOH, പ്രോമെട്രിക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ എക്സാംസിനും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇതിനകത്തിലെ കോൺസെപ്റ്റുകൾ, ഓക്കെ, പോയിന്റുകൾ. അപ്പം പക്ഷെ ക്വസ്റ്റ്യന്റെ മോഡലുകൾ കൂടുതലും വരുന്നത് DHA, HAD, MOH ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മുടെ എന്താ പറയുന്നത് ടെസ്റ്റ് സീരീസ്, എക്സാം സീരീസ് ആയിട്ട് അതും നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ തിയറി ക്ലാസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് ടെസ്റ്റ് സീരീസ് കിട്ടും. ഓക്കെ, അത് മനസ്സിലാക്കുക. ആരെങ്കിലും അങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്ട് ചെയ്താൽ അത് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട കാറ്റഗറീസ് ആണുള്ളത്. ഒന്ന് ഡീറ്റെയിൽഡ് റെഗുലർ ക്ലാസ്സസ്, പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്, പിന്നെ ടെസ്റ്റ് സീരീസ്. ഏകദേശം ഞാൻ പറഞ്ഞാൽ 10,000 ക്വസ്റ്റ്യൻസിന് അടുത്ത് വരുന്ന ടെസ്റ്റ് സീരീസ് ആണ്. ക്രാഷ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞു, ഒരു 4-5 ദിവസത്തേക്ക് അത് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞു, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോ ക്ലാസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഡെമോ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്തിട്ട് സ്കോർ കാർഡ്, ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്ത ഒരു നമ്പർ ഉണ്ട്, വാട്സ്ആപ്പ് നമ്പറിലോട്ട്, അതിലോട്ട് അയച്ചു തന്നാൽ മതി. സ്കോർ കാർഡ് ലാസ്റ്റ് അതിന്റെ എന്താ പറയണ്ടേ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി. അതിൽ നിന്ന് ടോപ്പ് 5 മെമ്പേഴ്സിന് നമ്മളത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും.